നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കേ, ശരി. ഞാനെന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലട്ടെ. ഗൗതം, തുറക്കാൻ. പറയുന്നതൊന്നും മനസ്സിലാക്കുക ഗൗതം. കഥക് തുറന്നു കൊടുക്ക്. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഗൗതം, കഥ തുറക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. തുറക്കാൻ. അത് പിന്നെ പുള്ളി ഡ്രൈവിംഗിലാ. ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കി. ഗൗതം, കഥ തുറക്കുന്നോ അതോ ചവിട്ടി പൊളിക്കണോ? ഗൗതം, തുറക്കാൻ. തുറക്കാൻ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഗൗതം, കഥ തുറക്കാനാ പറഞ്ഞത്. വക്കീൽ ഇപ്പൊ വിളിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച പോലെ. നിങ്ങളുടെ സമയ സൗകര്യം അനുസരിച്ച് ജോലി ചെയ്യാൻ നിൽക്കുന്ന ആളല്ല ഞാൻ. മര്യാദയ്ക്ക് നിങ്ങളുടെ മോനോട് കഥ തുറക്കാൻ പറ. ഗൗതം, വിളിക്കേ. ഞാൻ ഈ ഫോൺ തുറക്കട്ടെ. മോനെ, ഇങ്ങോട്ട് മാറിക്കേ. വേഗം കഥ തുറക്കുന്നോ അതോ ചവിട്ടി പൊളിക്കണോ? മര്യാദയ്ക്ക് തുറക്കണോ? കഥ തുറക്കാനല്ലേ പറഞ്ഞത്? കഥ തുറക്കണോ? സാർ, ഞങ്ങൾ ഈശ്വരമംഗലത്തുണ്ട് സാർ. ഈശ്വരമംഗലത്തിൽ എന്ന് സുഖവാസം നടത്താനല്ല ഞാൻ തന്നെ പണം തന്നങ്ങോട്ട് വിട്ടത്. അവിടെ നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ആ ഗൗതം നിധിയും കൊണ്ട് മുറിയിൽ കയറി കഥ അടച്ചിരിക്കുകയാണ് സാർ. എത്ര വിളിച്ചിട്ടും കഥ തുറക്കുന്നില്ല. നിങ്ങൾ പോലീസുകാർ സാധാരണഗതിയിൽ ഒരാൾ മുറിയിൽ കയറി കഥ അടച്ചിരുന്നാൽ എന്താണ് ചെയ്യാറ്? ചവിട്ടി പൊളിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്യേണ്ട ആളെ അറസ്റ്റ് ചെയ്യണം. ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ടും നിധിയെ വിട്ടുതരില്ലെന്ന് ഗൗതം വാശി പിടിക്കുകയാണെങ്കിൽ അവനെയും കൂടി പൊക്കിയെടുത്തങ്ങ് കൊണ്ടുപോകണം. അതിനാണ് ചോദിച്ച പണം ഞാൻ അങ്ങോട്ട് എണ്ണി തന്നത്. സാർ, ഇതുപോലൊരു വീട്ടിൽ കയറി കഥ ചവിട്ടി പൊളിക്കാന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ആവും. ഒരു ഇഷ്യൂ ഇല്ല. ഗൗതമാണ് തടസ്സമെങ്കിൽ അവന്റെ പേരിലും കേസ് ചാർജ് ചെയ്യണം. രണ്ടും പോയി അകത്ത് കിടക്കട്ടെന്നേ. എന്താ, അത് പറ്റില്ല എനിക്ക്? ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം സാർ. അത് കഴിഞ്ഞ് അടുത്ത നടപടിയെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. കഥക് ചവിട്ടിപ്പൊളിക്കാൻ അത്രയ്ക്ക് മടിയാണെങ്കിൽ അവൻ തനിയെ കഥക് തുറന്ന് പുറത്തു വിടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതെന്താ സാർ? എന്താ, ഈ ഐഡിയ വർക്കാവില്ലേ? വർക്കാവും. ഇത് അവിടെ ചെന്ന് ഇറക്കി നോക്ക്. ഓക്കെ സാർ, അത് ഞാൻ ഏറ്റു. ഡോറ് തുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കണോ? ഗൗതം, ഇതുവരെ തുറന്നില്ലല്ലേ? ഇല്ല സാർ. ഇനി തുറപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ഗൗതം, ഡോർ തുറക്കുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ മുകളിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് ചെയ്യും, കേട്ടല്ലോ. തുറക്ക്. പെർമിഷനോ? എന്ത് പെർമിഷനാ നിങ്ങൾക്ക് കിട്ടിയേ? വേറൊന്നുമില്ല, ഗൗതമിന്റെ അമ്മയെ ഞാൻ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോവാ. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഡോർ തുറന്നില്ല എങ്കിൽ ഞാൻ ഇവരെ കസ്റ്റഡിയിലെടുക്കും. ഒരു സംശയമില്ല. പ്ലീസ് ഗൗതം, കഥക് തുറന്നേക്ക്. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സാർ, ഇത് അനീതിയാണ്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഭീഷണിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഇത് നിയമവിരുദ്ധമാണ്. ഒരു നിയമവിരുദ്ധവും ഇല്ല. ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഒരു നിയമവും അതിനെതിരെ പറയില്ല. ഗൗതം, നിങ്ങൾ ആ നിധിയെ ഇറക്കി വിട്ടാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കാം. വെറുതെ എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്ലീസ് ഗൗതം, ഞാൻ കാരണം ഇനി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവരുത്. പ്ലീസ് ഒന്ന് കഥക് തുറക്ക്. അതെ, നിങ്ങൾ ചെയ്ത തെറ്റിന് എന്റെ അമ്മയെ ജയിലടയ്ക്കാനൊന്നും പറ്റത്തില്ല. മര്യാദ തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. ഒരൊറ്റ മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ ഡോർ തുറന്നില്ലെങ്കിൽ ഇവരെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഉറപ്പാ. ഗൗതം, ഇനി ഒന്നും ആലോചിക്കണ്ട. ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചാലേ പഠിക്കൂ. ഇവരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ആളങ്ങ് സ്റ്റേഷനിൽ വരും. അയ്യോ, ഗൗതം, ഡോർ തുറക്ക് പ്ലീസ്. ഡോർ തുറക്ക്. സ്റ്റേഷനിലേക്ക് പോ. നടക്ക്. സർ, പ്ലീസ് സർ, ഏട്ടത്തെ കസ്റ്റഡിയിൽ എടുക്കരുത്. ഇതിൽ കൂടുതലൊന്നും യാചിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവരെ കൊണ്ടുപോവാ. പ്ലീസ് ഗൗതം, ഞാൻ കാല് പിടിക്കാം. ഒന്ന് ഡോർ തുറക്ക്. തുറക്ക്. സർ, പ്ലീസ്. അങ്ങനെ കൊണ്ട് ഞാൻ ഡോർ ഉറപ്പിച്ചോളാം. മോനെ, മോനെ, നീതികേടാണ് ഓഫീസർ നിങ്ങൾ കാണിച്ചത്. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. നിധിയെ മാത്രമല്ല,
തന്നെ കൂടി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ പോവാ. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയേനെ. സർ പ്ലീസ് സർ, ഗൗതം ഒരു അബദ്ധം കാണിച്ചതാ. അവന് വിട്ടേക്ക്. നിധി വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അവളുടെ പേരിലല്ലേ കേസുള്ളത്. ഇയാളുടെ പേരിൽ കൂടി കേസ് ഞാൻ ചാർജ് ചെയ്തോളാം. നടക്കണേ ഇങ്ങോട്ട്. പിടിച്ചോളൂ. വാ ഇങ്ങോട്ട്.